ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഇൻഫോർമേഷൻ ലെറ്റർ എന്നുള്ള രീതിയിൽ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിലവർ പറയുന്നുണ്ട്, അപേക്ഷിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു മെയിൽ പോയിട്ടുണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സാധ്യതാ ലിസ്റ്റിൽ വരുന്നതിനുള്ള അപേക്ഷകരുടെ സ്വീകരിച്ചിട്ടുള്ള അപേക്ഷകൾ പാർട്ട് 1 റീജിയണൽ മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ, ജില്ലാ കോർഡിനേറ്റർ, പാർട്ട് 2 ക്ലർക്ക്, അക്കൗണ്ടൻറ്റ്, ക്യാഷ്യർ, പാർട്ട് 3 ജനസേവകർ എന്ന രീതിയിൽ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ അപേക്ഷയോടൊപ്പം രേഖപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ 5 അക്കം നൽകിയിട്ട് നമുക്കത് പരിശോധിച്ച് നോക്കാവുന്നതാണ്. പിന്നെ പറയുന്നത് ഹാൾ ടിക്കറ്റുകൾ 8-ാം തീയതി സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഹാൾ ടിക്കറ്റിൽ അപേക്ഷകൻ്റെ പേര്, എക്സാം എഴുതുന്നതിനുള്ള ലിങ്ക്, യൂസർ നെയിം, പാസ്വേഡ്, പിന്നെ പരീക്ഷാ തീയതി, സമയം എല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഹാൾ ടിക്കറ്റിൽ ഒരു ലിങ്ക് ഉണ്ട്. അപ്പോൾ തന്നിട്ടുള്ള സമയത്തിൽ നമ്മൾ ആ ലിങ്കിൽ കയറുന്ന സമയത്ത് യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കാൻ വരുന്നതായിരിക്കും. നമ്മളത് അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപേക്ഷകരുടെ ഹാൾ ടിക്കറ്റ് സെർച്ച് ചെയ്ത് മൊബൈൽ നമ്പർ അടിച്ചു നൽകിയാൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്നും പറയുന്നുണ്ട് അവരുടെ സൈറ്റിൽ നിന്ന്. പിന്നെ പരീക്ഷകൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിലബസ് പ്രകാരം സഹകരണ ബാങ്കുകളുടെ പരീക്ഷയ്ക്ക് തയ്യാറാക്കിയിട്ടുള്ള ഗൈഡുകളിൽ നിന്നും PSC പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന ഗൈഡുകളിൽ നിന്നും പത്രമാധ്യമങ്ങളിലൂടെ ലഭിച്ചിട്ടുള്ള അറിവുകളും കേരള സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുമായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ പാർട്ട് 1 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. പരീക്ഷാ സമയം 100 മിനിറ്റ് ആയിരിക്കും. പാർട്ട് 2 എക്സാമിന് 50 ചോദ്യങ്ങളായിരിക്കും. പരീക്ഷാ സമയം 50 മിനിറ്റ് ആയിരിക്കും. പാർട്ട് 3 അപ്ലൈ ചെയ്തവർക്ക് 20 ചോദ്യങ്ങളായിരിക്കും, 20 മിനിറ്റ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം എടുത്തു പറയുന്നത്, PDF വാങ്ങിയിട്ടുള്ളവർക്ക് നൽകിയിട്ടുള്ള PDF ഫോർമാറ്റിലുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും ചോദിക്കുക. എന്നാൽ PDF ഫോർമാറ്റ് വാങ്ങാത്തവർക്ക് മുകളിൽ പറഞ്ഞിട്ടുള്ള സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ PDF വാങ്ങേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 17, അതായത് ഫെബ്രുവരി 17 വരെ മാത്രമാണ് PDF ഫോർമാറ്റുകൾ ലഭിക്കുകയുള്ളൂ എന്ന് ഇതിൽ പറയുന്നുണ്ട്. എന്നാൽ സിലബസ് പ്രകാരമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് PDF ഫോർമാറ്റിലും ഉള്ളത്. ഇപ്പോൾ സിലബസിൽ പറയുന്നുണ്ട് കേരള സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ചോദിക്കുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് PDF പറയുന്നുണ്ട്. അതായത് ഒരുപാട് പദ്ധതികളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളത് വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിലബസിലെ കുറേ ചോദ്യങ്ങൾ സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് PDF അതുകൊണ്ട് എല്ലാവർക്കും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അവർ ഇപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ലെറ്ററിലാണ് ഇങ്ങനെ പറയുന്നത്, PDF വാങ്ങിയിട്ടുള്ളവർക്കാണ് PDF നിന്നുള്ള ചോദ്യങ്ങൾ വരിക, അല്ലാത്തവർക്ക് സിലബസിൽ നിന്നാണ് വരിക എന്ന് പറയുന്നത്. എന്നാൽ അവർ സൈറ്റിൽ പറയുന്നത് പരീക്ഷയ്ക്ക് PDF ഫോർമാറ്റിൽ നൽകിയിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാകുക എന്നാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇനിയും ഹാൾ ടിക്കറ്റിൻ്റെ ഒരു ഓപ്ഷൻ കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴും അവിടെ ജനസേവകർ അല്ലെങ്കിൽ ഗ്രാമസേവകർ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. പിന്നെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാം ഡേറ്റ് 21, 22, 23 തീയതികളിൽ നടക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവർ ആ ഒരു ഇൻഫർമേഷൻ ലെറ്ററിൽ പറയുന്നത് എക്സാം 21, 2, 24 തീയതി മുതൽ 28, 2, 24 വരെ ആയിരിക്കും. അതായത് ഫെബ്രുവരി 21 തൊട്ട് 28 വരെ ആയിരിക്കും പരീക്ഷ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹാൾ ടിക്കറ്റിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് പേര്, അതുപോലെ തന്നെ എക്സാമിൻ്റെ ലിങ്ക്, യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ തന്നെ പരീക്ഷ തീയതി, സമയം എല്ലാം തന്നിട്ടുണ്ട്. പിന്നെ പരീക്ഷാ രീതി എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചോദ്യത്തിന് 1 മിനിറ്റാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ ഉത്തരം സെലക്ട് ചെയ്തില്ലെങ്കിൽ ആ ചോദ്യം ഓട്ടോമാറ്റിക്കായിട്ട് മാറി അടുത്ത ചോദ്യം സ്ക്രീനിൽ വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ചോദ്യം വന്നു, 1 മിനിറ്റ് സമയം കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം എഴുതിയാലും ഇല്ലെങ്കിലും അത് മാറി അടുത്ത ചോദ്യം വരും. ഇനിയിപ്പോൾ നമ്മൾ 40 സെക്കൻഡിൽ ഉത്തരം എഴുതുവാണെങ്കിലും അടുത്ത ചോദ്യം വരും. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 20 മിനിറ്റാണ് ഒരാൾക്ക് അപേക്ഷ തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 20 മിനിറ്റിൻ്റെ എക്സാമാണ് എഴുതാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇപ്പോൾ 11 മണി അവരുടെ ഹാൾ ടിക്കറ്റിൽ പറഞ്ഞ സമയമാണെങ്കിൽ 11:20 വരെ 11 to 11:20 വരെ ലിങ്കിൽ കയറാവുന്നതാണ്.
ഒരുപാട് പേര് ഹോൾ ടിക്കറ്റ് വന്നു എന്നുള്ള ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നത്, അതായത് ഹോൾ ടിക്കറ്റ് വരാതിരിക്കുന്നവർ, ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എറർന്ന് കാണിക്കുന്നവർ, ലിസ്റ്റിൽ പേരുണ്ടായിട്ടും ഹോൾ ടിക്കറ്റ് വരാതിരിക്കുന്നവർ, ഇപ്പോൾ പാർട്ട് 2 അപ്ലൈ ചെയ്തിട്ട് പാർട്ട് 3 ഹോൾ ടിക്കറ്റ് കിട്ടിയവർ, അങ്ങനെ ഒരുപാട് പരാതികൾ കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇവരിതിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പരാതികളെല്ലാം office@jmacsociety.com എന്നതിലേക്ക് മെയിൽ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ ഒപ്പം തന്നെ അവർ പറയുന്നുണ്ട് കോൾ ചെയ്യരുത്, ഒരുപാട് കോളുകൾ ഒരേ സമയം വരുന്നതുകൊണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിക്കും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ. അതായത് ഇപ്പോൾ ഹോൾ ടിക്കറ്റ് വന്നില്ല അപ്ലൈ ചെയ്തിട്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും, സ്വാഭാവികമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് തരത്തിലുള്ള തുടർ അന്വേഷണങ്ങളും താങ്കളുടെ അപേക്ഷയോടൊപ്പം രേഖപ്പെടുത്തിയിട്ടുള്ള ഇമെയിൽ ID വഴിയോ മൊബൈൽ നമ്പറുകൾ വഴിയോ മാത്രമേ സ്വീകരിക്കൂ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു മെയിൽ അയക്കുകയാണ്, നിങ്ങളുടെ പ്രശ്നം പറഞ്ഞ് മെയിൽ അയക്കുകയാണെങ്കിൽ ഏതാണോ മെയിൽ ID നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൊടുത്തിട്ടുള്ളത് ആ ഒരു മെയിൽ IDയിൽ നിന്ന് മെയിൽ അയക്കുക. അതുപോലെ മൊബൈൽ നമ്പറിലൂടെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ മൊബൈൽ നമ്പർ വഴി കോൺടാക്ട് ചെയ്യുക. അതവരെടുത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അപേക്ഷകൾ സ്വീകരിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരുപാട് പരാതികൾ പോയിട്ടുണ്ടാവണം, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരാതികളൊക്കെ സോൾവ് ചെയ്ത് കൊണ്ടിട്ടുള്ളൊരു ഡിസിഷൻ അവരെ എടുക്കുന്നുണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.